ഇസ്കോൺ സന്യാസിമാർക്കെതിരെ നടത്തുന്ന ആക്രമണം ഇസ്കോൺ സന്യാസിമാർക്കെതിരെ മാത്രമല്ല, അവിടെയുള്ള ഹിന്ദു ക്ഷേത്രങ്ങൾ, ഇസ്കോണിൻ്റെ മാത്രമല്ല അല്ലാത്ത ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ ആക്രമണ വിധേയമാകുന്നു. അവിടുത്തെ ഒരു ഹൈന്ദവ ജനത ഒരു അരക്ഷിതത്വം അനുഭവിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു മൾട്ടിപ്പിൾ പ്രോബ്ലംസിൽ പ്രധാനപ്പെട്ടത് അവിടെ സ്ഥിതി സ്ഫോടനാത്മകമായി വരികയാണെങ്കിൽ അവിടുത്തെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ അതിർത്തി കടന്ന് വരേണ്ടി വരും. അതുമാത്രമല്ല, അവിടുത്തെ സ്ഥിതിഗതികൾ, സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെ കംപ്ലീറ്റ്ലി അട്ടിമറിക്കപ്പെടുകയാണെങ്കിൽ ഹൈന്ദവർ മാത്രമല്ല ഇസ്ലാം വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും അതിർത്തി കടന്നു വരും. കാരണം ഒരു ഫോറസ്റ്റ് ബോർഡർ 4087 കിലോമീറ്റർ ഉള്ള ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ, ആ 4 ചുറ്റും ബോർഡറാണ് ബംഗ്ലാദേശിൻ്റെ, 3 ചുറ്റും ബോർഡർ, ഒരു വശത്ത് സമുദ്രവുമാണ്. അങ്ങനെ അത്രയും വലിയ സുഷിരങ്ങളുള്ള ബോർഡർ കാത്തു സൂക്ഷിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തികച്ചും ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ടതാണ് ഒരു സ്ഥിതി കൈവിട്ട് പോകാതിരിക്കണമെന്ന ആഗ്രഹം ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് പരമാവധി സംയമനം പാലിക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു അവിവേകപൂർവമായ ഒരു പ്രസ്താവന, ഒരു റാഷ് പ്രസ്താവന വന്നില്ല. ബംഗ്ലാദേശിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. വിദേശകാര്യ മന്ത്രി ജയശങ്കറിൻ്റെ ഭാഗത്ത് നടത്തുന്ന പ്രസ്താവനകളും വലിയ തോതിലുള്ള ഡിപ്ലോമാറ്റിക് ഇനിഷ്യേറ്റീവ്സ് നടക്കുന്നു, അദൃശ്യമായ ചർച്ചകളാണ് നടക്കുന്നത്. പക്ഷേ ബംഗ്ലാദേശ് ജനതയെ പൂർണ്ണമായി വെറുപ്പിക്കുന്ന രീതിയിൽ നേരിട്ടുള്ള ഇടപെടൽ ഒരു കാരണവശാലും ഇന്ത്യയിൽ നിന്നും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അതുകൊണ്ടുണ്ടാകാൻ സാധ്യതയുള്ള ബാക്ക്ലാഷ്, ബംഗ്ലാദേശിലെ ഭൂരിപക്ഷം വരുന്ന 90% വരുന്ന ഇസ്ലാമിക് വിഭാഗത്തിലെ ഒരു റാഡിക്കൽ എലമെൻറ്റുകൾ ഹൈന്ദവ ന്യൂനപക്ഷത്തിനെതിരെ തിരിഞ്ഞാൽ അത് വലിയ നരനായാട്ടിനുള്ള ഒരു ഉപാധിയായി മാറും. അത് ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഒരു അൺസ്റ്റേബിൾ ബംഗ്ലാദേശ് അല്ല ഭാരതം ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, ഭാരതത്തിൻ്റെ ഒരു മുമ്പിലെ ഒരു പ്രഹേളിക എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഭാരതം തലയുയർത്തി നിൽക്കുകയാണ്. 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. അത് മാത്രമല്ല, അന്താരാഷ്ട്ര നയതന്ത്ര മേശകളിൽ ഇന്ത്യക്ക് സാന്നിധ്യം വരുന്നു. ഉക്രൈൻ റഷ്യ വിഷയവും പാലസ്തീൻ ഇസ്രായേൽ വിഷയവും എല്ലാം പരിഹരിക്കുന്നതിന് ഉൾപ്പെടെ ഇന്ത്യയുടെ മധ്യസ്ഥതയ്ക്കുള്ള കളം പോലും ഒരുങ്ങുന്ന സാഹചര്യത്തിൽ സ്വന്തം തട്ടകം അല്ലെങ്കിൽ സ്വന്തം ബാക്ക് യാർഡ് സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ശ്രീലങ്കയിലെ ഭരണമാറ്റം ഇന്ത്യക്ക് അത്ര അനുകൂലമായ ഒരു സാഹചര്യമല്ല സൃഷ്ടിച്ചത്. ഒരു തീവ്ര ഇടതുപക്ഷ ഗവൺമെൻറ്റാണ് ശ്രീലങ്കയിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ ഇന്നും അൺസ്റ്റേബിളായി നിൽക്കുന്നു. കൂട്ടത്തിൽ എക്കാലത്തും ചങ്ങാതിയായിരുന്ന ബംഗ്ലാദേശും കൂടി പിടിവിട്ട് പോകുമ്പോൾ ഇന്ത്യക്ക് സബ് കോണ്ടിനെൻ്റൽ ഇന്ത്യയിൽ വലിയ തോതിലുള്ള ആശങ്കകളാണ് ഉയരുന്നത്. അതുകൊണ്ടാണ് ട്രെഡ് കോഷ്യസ്ലി എന്ന അപ്രോച്ച് ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ പിന്നിലെ പ്രധാന കാരണം അതാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ഡോക്ടർ ഗോപകുമാർ സാർ പറഞ്ഞതുപോലെ അമേരിക്കയോ മറ്റ് കക്ഷികളോ ഉൾപ്പെടുന്ന ഒരു ഇൻഡയറക്റ്റ് സറോഗേറ്റ് മെത്തേഡിലൂടെ പരമാവധി സമ്മർദ്ദം ബംഗ്ലാദേശിന് മേൽ ചെലുത്തുന്നതാണ്. അവിടെ ഒരു ഭരണമാറ്റം സംഭവിക്കുമ്പോൾ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് പൂർണ്ണമായി ഭരണം, ഈ ഇൻറ്റീരിയം ഗവൺമെൻറ് കഴിഞ്ഞ് ഒരു പെർമനൻറ്റ് ഗവൺമെൻറ്, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ് വരുമ്പോൾ പൂർണ്ണമായും റാഡിക്കലൈസ്ഡ് ഇസ്ലാമിൻ്റെ കയ്യിലേക്ക് ഗവൺമെൻറ് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ശക്തമായ ഇന്ത്യ വിരുദ്ധ നിലപാടായിരിക്കും സ്വീകരിക്കുന്നത്. അവിടെ പിന്നെ സ്ഥിതിഗതികൾ കുഴഞ്ഞു മറിയും. ആ ഒരു അവസ്ഥാവിശേഷം എന്തുകൊണ്ടും ഒഴിവാക്കണം. അതുകൊണ്ട് പരമാവധി ബംഗ്ലാദേശ് ജനതയെ കൂടെ നിർത്തണം, അല്ലെങ്കിൽ വെറുപ്പിക്കാതെ നോക്കണം എന്നതും വളരെ വലിയ കാര്യമാണ്. അതേസമയം തന്നെ ഇസ്കോൺ എന്ന സംഘടന ആഗോള വ്യാപകമായ സംഘടനയാണ്. ഇസ്കോണിൻ്റെ ട്രാക്ക് റെക്കോർഡ് വളരെ ഹെൽത്തിയാണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആഹാര വിതരണം എന്ന് വേണ്ട ഒരുപാട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടന. ആ സംഘടനയെ തീവ്ര സംഘടനയായി അല്ലെങ്കിൽ തീവ്രവാദ സംഘടനയായി മുദ്ര കുത്താനൊക്കെയുള്ള നീക്കം ബംഗ്ലാദേശിൻ്റെ കോടതി സംവിധാനം ഇടപെട്ട് തടയുന്നൊരു കാഴ്ചയാണ്. ഇവിടെ കോടതിയുടെ ഭാഗത്ത് ഒരു രജതരേഖ അവിടെ കാണുന്നു. ഒന്ന് സൈന്യത്തിൻ്റെ ഭാഗത്താണ്, മറ്റേത് ബംഗ്ലാദേശിൻ്റെ കോടതിയുടെ ഭാഗത്താണ്. അതുകൊണ്ട് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ പോയാൽ ഒരുപക്ഷെ കോടതി സംവിധാനവും സൈന്യവും എല്ലാം തന്നെ ഒരുമിച്ച് ചേർന്ന് ഒരു സ്ട്രക്ചറൽ വയലൻസിലേക്ക് നീങ്ങും. അതൊരിക്കലും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വാസ്തവം.